ഇവിടുത്തെ ഒരു കാര്യം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. ഒരു റിട്ടേണിംഗ് വോൾ ചെയ്തിട്ട് റോഡ് പൊക്കിയെടുത്തിരിക്കുകയാണ്. താഴെ ഒരു സെല്ലാർ ഫ്ലോറായിട്ടാണ് ഇവിടെ കോളംസ് കൊടുത്തിട്ട് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് പോകുന്നത്. നമസ്കാരം. നിങ്ങളൊരു വീട് പണി തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണോ? എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണുക. വീട് പണിയാൻ പോകുന്നതിന് മുമ്പുള്ള കുറച്ച് എക്സ്ട്രാ ചിലവുകൾ, അല്ലെങ്കിൽ വീട് വെക്കുന്നതിന് മുമ്പ് നമുക്ക് അഡീഷണൽ ആയിട്ട് കുറേ കാര്യങ്ങൾ വരും. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ നിലവിൽ വർക്ക് തുടങ്ങാൻ പോകുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ ആ സൈറ്റിൽ കുറേ കാര്യങ്ങൾ നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതേപോലെയുള്ളൊരു കോമ്പൗണ്ട് വാൾ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, കരിങ്കല്ല് കൊണ്ട് കെട്ടിയ ഒരു റീടൈനിങ് വാളാണ്. അതായത് മണ്ണ് പല തട്ടുകളായിട്ട് നിന്നൊരു പ്ലോട്ടാണ്, സ്ലോപ്പായിട്ട് കിടന്നൊരു പ്ലോട്ടാണ്. അതിനെ റീടേൺ ചെയ്യാനായിട്ട്, ഈ മണ്ണിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ കരിങ്കല്ല് കൊണ്ട് ഇങ്ങനെ ഫൗണ്ടേഷൻ കെട്ടിയിരിക്കുകയാണ്, കോമ്പൗണ്ട് വാളായിട്ട് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വീട് വെക്കാൻ പോകുമ്പോൾ നമുക്ക് ഏകദേശം നമുക്കൊരു സ്ക്വയറായിട്ടുള്ള, നിലവിൽ നല്ല ഫ്ലാറ്റായിട്ടുള്ള ഒരു സർഫസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വീട് പണി നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്കെപ്പോഴും പ്ലോട്ട് നല്ല ലെവലായിരിക്കണം. അതായത് നമുക്ക് അതിനെ സെറ്റ് ഔട്ട് ചെയ്യണം. അതുപോലെ കോളം പുട്ടിങ്ങോ അല്ലെങ്കിൽ കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷൻ എന്തും ആക്കട്ടെ, ഫൗണ്ടേഷൻ കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സർഫസ് നല്ല ലെവലാണെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ചരിവായിട്ടുള്ള പ്ലോട്ടിലോ അല്ലെങ്കിൽ പല തട്ടുകളായിട്ട് കിടക്കുന്ന പ്ലോട്ടിലോ വീടുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്ക് കോസ്റ്റ് കൂടും. പല രീതിയിൽ അതിൻ്റെ ഡിസൈനിങ്ങിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി പല വീടുകൾ തന്നെ ആ ഒരു തട്ടായിട്ടൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി അല്ലെങ്കിൽ ഒരു നിലവിൽ ബഡ്ജറ്റായിട്ടൊക്കെ വീട് വെക്കാൻ പോകുന്നതൊന്നും അങ്ങനെയുള്ളൊരു കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറിലേക്ക് പോകാറില്ല. നിലവിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു വീട് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പ്ലോട്ട് ലെവലായിട്ട് കിട്ടണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതേപോലെയുള്ള പ്ലോട്ടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ മതിലുകൾ കെട്ടി ലെവൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളൊരു പ്ലോട്ട് തിരഞ്ഞെടുക്കുമ്പം സ്ലോപ്പായിട്ടോ അല്ലെങ്കിൽ കുന്നോ ഏരിയയൊക്കെ ആയിട്ടുള്ള പ്ലോട്ടുകളൊക്കെ ആണെങ്കിൽ നമുക്കത് ബഡ്ജറ്റിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. ഇവിടെ നമുക്ക് ഇത്രയും ഒരു 20-25 അടിയോളം താഴ്ചയിൽ നമുക്ക് കരിങ്കല്ല് കെട്ടി മുകളിലേക്ക് പൊക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ നമുക്ക് ഏകദേശം ഒരു 6 ലക്ഷത്തിലധികം പൈസ നമുക്ക് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചിലവായി. അപ്പോൾ ഇതേപോലെ കരിങ്കല്ല് ഒരു 2 അടി വീതി, അതേപോലെ ഒരു 2.5 അടി 3 അടി താഴെ നിന്ന് വന്നു. അതിനുശേഷം മുകളിലേക്ക് ഈ പ്ലോട്ടിന്റെ ലെവലിലേക്ക് പൊക്കിക്കൊണ്ട് വന്നു. അതിനുശേഷമാണ് ആ ഫൗണ്ടേഷന്റെ മേളിൽ 2-3 ബെൽറ്റുകൾ, കോൺക്രീറ്റ് ബെൽറ്റുകൾ കൊടുത്തു. ആ ഒരു ലെവലിലാണ് ഈ റീടൈനിങ് വാളിന്റെ വർക്ക് തീർത്തത്. അപ്പോൾ വീട് വരുന്നത് ഈ ഏരിയയിലാണ്, ഇതിന്റെ താഴ്ഭാഗത്താണ് വരുന്നത്. ഇവിടെയെല്ലാം നമുക്ക് പ്ലോട്ട് അത്യാവശ്യം ലെവലാക്കി എടുത്തു. മണ്ണ് കട്ട് ചെയ്ത് കുറേ ഭാഗം താഴ്ന്ന സ്ഥലത്തേക്ക് മാറ്റേണ്ടതായിട്ട് വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഈ പ്ലോട്ടിൽ കുറേ അഡീഷണൽ ചിലവുകൾ വന്നു. അപ്പോൾ ഒരു വീട് വെക്കാൻ പോകുമ്പോൾ നമ്മളൊരു പ്ലോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചായിരിക്കണം നമുക്ക് ആ പ്ലോട്ട് തിരഞ്ഞെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്കൊരു വീട് പണിയുടെ ഒരു 10 മുതൽ 15% പൈസ നമുക്ക് ഈ പ്ലോട്ടിനേക്ക് തന്നെ അഡീഷണൽ ആയിട്ട് ചിലവാകും. ഇവിടെ നമ്മൾ എൻട്രൻസ് വരുന്ന ഈ ഭാഗത്താണ്, ഇവിടെ നിന്നാണ് ഗേറ്റ് കയറി വരുന്നത്. അപ്പോൾ ഈ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ തട്ടായിട്ടുള്ള ഉയർന്നു നിൽക്കുന്ന പ്ലോട്ട് ആയതുകൊണ്ട് അങ്ങോട്ട് കയറാനായിട്ട് ഒരു എൻട്രൻസിനായിട്ട് സ്റ്റെപ്പ് കൊടുത്തു. ഇതിപ്പോൾ കരിങ്കല്ല് കൊണ്ട് തന്നെ കെട്ടിയാണ് ഈ സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇങ്ങനെ റൗണ്ടായിട്ട് എടുത്തിട്ട് കർവ് ചെയ്തിട്ട് ഈ റിട്ടൈനിങ് വാൾ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഇതിൻ്റെ ഹൈറ്റ് ഇത്രയും അഡീഷണൽ കോസ്റ്റാണ് വന്നത്, ഇത്രയും നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് ആയിട്ടുള്ള വോൾ ചെയ്യണം. കോൺക്രീറ്റ് ആയിട്ടുള്ള ചെയ്താലും കോസ്റ്റ് വരും, നമുക്ക് കമ്പിയൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ ഇതിൽ കൂടുതൽ കോസ്റ്റ് വരും. അപ്പോൾ ഇത് കരിങ്കല്ല് കൊണ്ട് തന്നെ കെട്ടി ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ ഇങ്ങനെ ബൗണ്ടറി ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് നമ്മൾ വർക്ക് തുടങ്ങാൻ പോകുന്ന വേറൊരു സൈറ്റാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതും അത്യാവശ്യം ഉയർന്നു നിൽക്കുന്ന ഒരു പ്ലോട്ടായിരുന്നു. നമ്മൾ മാക്സിമം മണ്ണ് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഭാഗം നല്ല താഴ്ന്നു കിടന്നൊരു ഭാഗമാണ്. ഇവിടെ ഫില്ലിംഗ് ആണ് വന്നിരിക്കുന്നത്. ഫില്ലിങ് ചെയ്തിട്ട് അവിടുത്തെ നമ്മൾ ആദ്യം കണ്ട സൈറ്റ് പോലെ തന്നെ ഇവിടെ ഒരു റീടൈനിങ് വാൾ ചെയ്യാനായിട്ടാണ്. ഇതിന്റെ ബാക്ക് സൈഡിൽ റീടൈനിങ് വാൾ ചെയ്യണം. അത് കരിങ്കല്ല് കെട്ടി തന്നെ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇവിടെ പഴയ ഒരു വീട് നിൽപ്പുണ്ടായിരുന്നു, അത് കുറച്ച് മുന്നോട്ട് കയറിയായിരുന്നു. ആ പഴയ വീട് ഡിസ്പോസ് ചെയ്തിട്ടാണ് പുതിയ വീട് ചെയ്യാനായിട്ട് പോകുന്നത്. പുതിയ വീട് ചെയ്യുന്നത് കുറച്ച് ബാക്കിലേക്ക് ഇറക്കിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് റീടൈനിങ് വാൾ ചെയ്ത് മണ്ണ് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യാനായിട്ട് ഈ ചരടൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ അത് ക്ലിയർ ആണോ എന്ന് അറിയത്തില്ല. ഈ ഒരു ലൈനിലാണ് വീടിന്റെ ബാക്ക് ലൈൻ വരുന്നത്. ഇത് സൈഡിലെ ഔട്ടർ ലൈനാണ്. ഇങ്ങനെ ഈ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലാണ് ഈ ഒരു ഭാഗത്താണ് വീട് വരുന്നത്. ഇത്രയും ഭാഗം നമുക്ക് ഫില്ല് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഓരോ സൈറ്റിലും അതിൻ്റെതായ രീതിയിലാണ് നമുക്ക് വർക്കുകൾ വരുന്നത്. ചിലയിടത്ത് മണ്ണ് കട്ട് ചെയ്യേണ്ടതായിട്ടാണ് വരുന്നത്, ചിലയിടത്ത് ഫില്ലിംഗ് ആണ് വരുന്നത്, ചിലയിടത്ത് റിട്ടൈനിങ് വാൾ വരുന്നു, ചിലയിടത്ത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് അഡീഷണൽ ആയിട്ട് കുറേ വോളുകൾ ചെയ്യേണ്ടതായിട്ട് വരും. മണ്ണ് പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളൊരു പ്ലോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മളൊരു വീട് വെക്കാനായിട്ട് പോകുമ്പോൾ കുറേ അഡീഷണൽ ആയിട്ട് കുറച്ച് കോസ്റ്റുകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. നമ്മളെപ്പോഴും ഒരു വീട് വെക്കുമ്പം ആ വീടിൻ്റെ ടോട്ടൽ കോസ്റ്റാണ് പലരും ശ്രദ്ധിക്കുന്നത്. ഇപ്പം സ്ക്വയർ ഫീറ്റ് എത്രയാണ്, അത്രയും സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ എത്ര രൂപയാകും, ആ വീട്ടിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ജനറലി എല്ലാവരും ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഇതേപോലെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നത് ആരും അത്ര ബോദർ ചെയ്യാറില്ല. ഇപ്പോൾ കോമ്പൗണ്ട് വാൾ ചെയ്യുക, ലാൻഡ്സ്കേപ്പിംഗ്, റിട്ടേണിംഗ് വാൾ, ഫ്രണ്ട് ഗേറ്റ്, റോഡ് റെഡിയാക്കുക, ഇലക്ട്രിക് കണക്ഷൻ എടുക്കുക, കിണർ കുഴിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്.
ഇപ്പോൾ നമ്മൾ ഈ പ്ലോട്ട് ജസ്റ്റ് ലെവലാക്കി ഇട്ടതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ വർക്ക് നമ്മൾ നെക്സ്റ്റ് വീക്കിൽ തുടങ്ങാനായിട്ടാണ്. അപ്പോൾ ഇതെല്ലാം ലെവൽ ചെയ്ത് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് നമ്മൾ ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മളൊരു വീട് വെക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് റെഡിയാക്കിയെങ്കിൽ മാത്രമേ വീട് പണി തുടങ്ങാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ബാങ്ക് ലോൺ എടുത്തൊക്കെ വീട് വെക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മളൊരു മിനിമം ബഡ്ജറ്റിനകത്ത് വീട് പണി ചെയ്യാനാണ്. അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത് ആ വീടിൻ്റെ കോസ്റ്റ് മാത്രമാണ്. അപ്പോൾ ഇത്ര സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു 2000 അല്ലെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീടാണ്, അപ്പോൾ അതിന് ഇത്ര രൂപയാകുമെന്ന് മാത്രമാണ് പലരും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇതേപോലെയുള്ള പ്ലോട്ടുകളൊക്കെ ആണെങ്കിൽ നമുക്കൊരു നിരപ്പായ ഒരു സാധാരണ ഒരു പ്ലോട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കോസ്റ്റുകൾ വരും, എങ്കിലും കുറവായിരിക്കും. എന്തായാലും കോമ്പൗണ്ട് വോൾ 4 സൈഡും ചെയ്യണം. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള കേസിലൊക്കെ ഫില്ലിങ്ങോ അല്ലെങ്കിൽ താഴ്ന്നു കിടക്കുന്ന പ്ലോട്ടോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ ഒരു റിട്ടേണിംഗ് വോളായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ കോസ്റ്റ് കൂടുതലാണ് വരുന്നത്. ഇപ്പോൾ കിണർ കുഴിക്കണം, അതിപ്പം കിണർ ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു കിണറുണ്ട്, പഴയ വീട് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കിണറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട പ്ലോട്ടിൽ കിണറില്ല, അവിടെ കിണർ കുഴിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഫ്രണ്ട് സൈഡ് ഇപ്പം കണ്ട് മനസ്സിലായത്, ഇപ്പം നമ്മൾ കോമ്പൗണ്ട് വോൾ ഇല്ല, ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഫെൻസിങ്ങിന് വേണ്ടി നമ്മളൊരു ഗ്രീൻ നെറ്റ് ഇങ്ങനെ കെട്ടി കവർ, റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ കവർ ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കഴിയുമ്പം അവിടെ കോമ്പൗണ്ട് വോൾ ചെയ്യണം, ബൗണ്ടറി വോൾ ചെയ്യണം, അവിടെ ഗേറ്റ് വെക്കണം, ചുറ്റും ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യണം. ഇതിപ്പം വലിയൊരു പ്ലോട്ടാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഏരിയ ബൗണ്ടറി വോൾ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വീട് നിർമ്മാണവുമായിട്ട് ബന്ധമില്ല, അത് വേറൊരു സെക്ഷനായിട്ട് തന്നെ ആ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഡിപ്പെൻസ്, ഓരോ വർക്കിനനുസരിച്ചും ആ കോസ്റ്റ് വ്യത്യാസം വരും. ഒരു 5 സെൻറ്റിനകത്ത് കോമ്പൗണ്ട് വോൾ ചെയ്യുന്ന ഒരു കോസ്റ്റ് അല്ല 20-30 സെൻറ്റ് ഉള്ള ഒരു പ്ലോട്ടിൽ ബൗണ്ടറി വോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കുറേ മരങ്ങളുണ്ടായിരുന്നു, മരങ്ങളൊക്കെ വെട്ടി മാറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടാണ് വീട് പണി തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളൊരു പ്ലോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു സ്ഥലമായിട്ട് മേടിച്ച് വീട് വെക്കാൻ പോകുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒക്കെ ശ്രദ്ധിച്ചായിരിക്കണം നമുക്ക് ആ പ്ലോട്ട് തിരഞ്ഞെടുക്കാനും വീട് പണി തുടങ്ങാനും ഒക്കെ. ഇത് നമ്മുടെ വർക്ക് നടക്കുന്ന വേറൊരു സൈറ്റാണ്. ഇവിടുത്തെ ഒരു കാര്യം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. ഈ റോഡ് നമ്മൾ ഒരു റിട്ടേണിംഗ് വോൾ ചെയ്തിട്ട് റോഡ് പൊക്കി എടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിന് താഴെ ഒരു സെല്ലാർ ഫ്ലോറായിട്ടാണ് ഇവിടെ കോളംസ് കൊടുത്തിട്ട് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് താഴത്തെ ലെവലിൽ തന്നെ ആയിരുന്നു ഈ ഒരു ഭാഗവും പ്ലോട്ട് കിടന്നിരുന്നത്. ഇവിടെ ഒരു RCC റിട്ടേണിംഗ് വോൾ കൊടുത്തിരിക്കുകയാണ്. ഈ സൈഡ് വഴി കാണുമ്പോൾ മനസ്സിലാവും, കോൺക്രീറ്റ് റിട്ടേണിംഗ് വോൾ കൊടുത്തിട്ട് ഇത് നമ്മൾ മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഈ റോഡ് ഈ ലെവലിലേക്ക് പൊക്കിക്കൊണ്ട് വരാം. കാരണം ഇതിനോട് ചേർന്ന് കിടക്കുന്ന പ്ലോട്ടുകളും എല്ലാം പൊങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റോഡ് ഇതേപോലെ പൊക്കി എടുത്തിട്ട് ഈ ലെവലിലേക്ക് നമ്മൾ ഇവിടെ ഒരു സെല്ലാർ ഫ്ലോർ ആക്കി എടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ വീട് വരുന്നത്. ഈ ഒരു സ്ലാബ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്കാണ് വീട് വരുന്നത്. അപ്പോൾ ഈ കോളംസ് എല്ലാം താഴെ നിന്ന് തന്നെ പൊക്കിയെടുത്ത്, ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ റീലായിട്ട് നമ്മൾ ചെയ്തായിരുന്നു, ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ. ഇതിന് തൊട്ട് മുമ്പ് ചെയ്തൊരു വീഡിയോയിലും അതിൻ്റെ ഫുട്ടിങ്ങിനെ പറ്റിയും അതിൻ്റെ കോളം ഫുട്ടിങ്ങിൻ്റെ രീതികളും ഒക്കെ നമ്മൾ വീഡിയോസ് ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ പൊക്കിയെടുത്തിട്ട് അതിൽ നിന്ന് കോളംസ് മുകളിലേക്ക് വരികയാണ്. പ്ലിന്ത് ബീമിൻ്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്ലിന്ത് ബീമിൻ്റെ ഷട്ടറിങ്ങും സ്റ്റീൽ വർക്കുമാണ് നടക്കുന്നത്. ഇതിന് ശേഷം ഈ പില്ലറുകളെല്ലാം ഒരു 10 അടിയോളം ഉയരത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അതിന് മേളിൽ സ്ലാബ് അടിക്കുകയാണ്. അതിനുശേഷം ഇവിടുന്ന് നമുക്ക് ഈ ഒരു ലെവലിലാണ് ഇതിൻ്റെ മിറ്റം എല്ലാം വരുന്നത്. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പം ഓരോ പ്ലോട്ടും വ്യത്യസ്തമാണ്. നമുക്കിവിടെ ഇങ്ങനെ കിടക്കുന്ന പ്ലോട്ടിലൊക്കെ ചെയ്തു വരുമ്പോൾ ഒരുപാട് കോസ്റ്റ് കൂടുതലായിട്ട് വരും. സാധാരണ നമ്മൾ ചെയ്യുന്ന വീടിനെക്കാട്ടി ഒരു 20% അല്ലെങ്കിൽ ഒരു 30% അധികമായിട്ടാണ് കോസ്റ്റ് വരുന്നത്. കാരണം ഇപ്പോഴും നമ്മൾ വീടിൻ്റെ വർക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇതെല്ലാം ബേസ്മെന്റിലും ഫൗണ്ടേഷന്റെ വർക്കുകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വഴി പൊക്കേണ്ടതായിട്ടുള്ള കോസ്റ്റ്, ഇതിന്റെ റിട്ടേണിംഗ് വോൾ, ഇതിന്റെ മണ്ണ് ഫില്ലിങ്, ഇതിന്റെ ഫൗണ്ടേഷന്റെ ഡെപ്ത് അഡീഷണൽ ആയിട്ട് വന്നു, ഫൗണ്ടേഷനിൽ വന്ന വർക്കുകൾ, ഇതെല്ലാം നമ്മൾ എക്സ്പെൻസ് കൂട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം നമ്മളൊരു പ്ലോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട് വെക്കുമ്പോൾ ഇതെല്ലാം അറിഞ്ഞായിരിക്കണം നമ്മൾ ആ വീട് നിർമ്മാണം നടത്താനായിട്ട്. വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം വീഡിയോകൾ ഇതിന് മുമ്പും നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം കണ്ടു നോക്കാവുന്നതാണ്. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.